So, hi everyone. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. Welcome back to the channel. Myself, Arun Kumar. So, today നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു എക്സ്പെൻസ്. ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു എക്സ്പെൻസ്. അപ്പം ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ സെഷനിൽ. എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു ജേർണൽ എൻട്രീസ് അല്ലെങ്കിൽ ഇതിന്റെ ട്രാൻസാക്ഷൻസ് വരിക എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ ചെലവുകളെയുമാണ് നമ്മൾ എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ് ടേംസ് ആൻഡ് ടെർമിനോളജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മൾ എന്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ജേർണൽ എൻട്രീസ്, എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസ്. ഓക്കെ, സോ ഇതിന്റെ കൺസെപ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്ന കൺസെപ്റ്റുകൾ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റുകൾ എന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പം ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് എടുക്കുകയാണ്, സേ ഫോർ സാലറി. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആയിക്കോട്ടെ, ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു ഉദാഹരണം ഏതാണ്, സാലറി എന്നുള്ള കൺസെപ്റ്റിലാണ്. നിങ്ങൾക്ക് റെന്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ കൊടുത്ത് കമ്മീഷൻ പെയ്ഡ് എന്നൊക്കെ ഒരു എക്സ്പെൻസ് ആണ്. പിന്നെ റെന്റ് പേ ചെയ്ത എക്സ്പെൻസ് ആണ്. സാലറി ആകാം, വേജസ് ആകാം, ഇലക്ട്രിസിറ്റി ബില്ല് ആകാം, ഏത് ടൈപ്പ് വേണമെങ്കിലും ആകാം. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്, സാലറി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സാലറി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ മാസത്തെ സാലറി, സേ ഫോർ മാർച്ച് മാസത്തെ സാലറി ക്ലിയർ, മാർച്ച് 2024 സാലറി. അപ്പൊ അതാത് മാസത്തെ സാലറി നമ്മൾ എന്ത് ചെയ്യണം, അതാത് മാസം എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിലെ ആളുകൾക്ക്, എംപ്ലോയീസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം, വേണ്ടേ? അപ്പം മാർച്ച് മാസത്തെ സാലറി നമ്മൾ എന്ത് ചെയ്തു, പേ ചെയ്തു എന്ന് വിചാരിക്കുക. മാർച്ച് മാസത്തിലെ സാലറി നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് നടത്തി. അതായത് മാർച്ച് മാസ സാലറി മാർച്ച് മാസം തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേ ചെയ്തു. അങ്ങനെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്, ഒരു എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർച്ച് മാസത്തെ സാലറി നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നു. മാർച്ച് മന്തിലെ സാലറി മാർച്ച് മാസം തന്നെ നമ്മൾ പേ ചെയ്തിട്ടെങ്കിൽ അതിന് നമ്മൾ എന്താണെന്ന് പറയാം, എക്സ്പെൻസ് എന്നാണ് പറയാം. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാകുക, ഒന്നുകിൽ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടാവുക ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും, ഒന്നുകിൽ നമ്മൾ എങ്ങനെ കൊടുത്തിട്ടുണ്ടാകും, ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും നമ്മൾ എന്തിട്ടുണ്ടാവുക, ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ രീതിയിലാണെങ്കിൽ, അതായത് ആ ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ആ ഒരു മാസത്തെ വാടക എന്താണോ അത് അതാത് മാസം തന്നെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സർവീസ് കിട്ടി, ആ സർവീസ് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക, നമുക്കൊരു സർവീസ് കിട്ടിയ സർവീസിന്റെ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നമ്മളുടെ ക്യാഷ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് ചെക്ക് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ എന്ത് സംഭവിക്കും, നമ്മളുടെ കൈവശമുള്ള ക്യാഷ് എന്താണ്, അസറ്റ് ആണ്. ആ അസറ്റ് എന്തായി, കുറയുന്നു. അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അസറ്റ് കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതേസമയം എക്സ്പെൻസ് ആണ്, സാലറി എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് എന്താകുന്നു, ഇൻക്രീസ് ആകുന്നു. അതായത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെലവ് കൂടുതൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ചെലവ് കൂടുന്നുണ്ടെങ്കിൽ ആ ചെലവ് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം. മാർച്ച് മാസത്തെ സാലറി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ മാസം കൊടുത്തിട്ടില്ല. മാർച്ച് മന്തിലെ സാലറി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല, നോട്ട് പെയ്ഡ്. മാർച്ചിലെ ശമ്പളം കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല, മാർച്ചിലെ വാടക കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല, ഞാൻ അടുത്ത മാസം തരാം കേട്ടോ എന്ന് ഞാൻ പറയുന്നു. അപ്പം കറന്റ് മന്തിലെ സാലറി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്, അതിനെ പറയുന്ന പേരാണ് എന്ത്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അതിനെ നമ്മൾ എന്താ പറയാ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണ് പറയാം. അപ്പം അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാലറി ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്. എന്താണ്, സാലറി ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്. അതായത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
ഞാൻ കൊടുക്കാനായിട്ടുണ്ട്, ഞാൻ ആ ചെലവ് കൊടുക്കേണ്ടതാണ്. ഇലക്ട്രിസിറ്റി ബില്ല് വന്നു, ആ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ കൊടുക്കണം, അല്ലെ കൊടുക്കാനുണ്ട്, പക്ഷെ ഞാൻ അത് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ്. എന്താ ടേം പറയാ, ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഇവിടെ സാലറി ആയതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. റെന്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പൊ സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, സാലറി കൊടുക്കാനായിട്ട് പക്ഷെ ഞാൻ എന്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് വകുപ്പിലായിരിക്കും വരിക, അതായത് 5 ഹെഡ്സിൽ ഏതിൽ പെടും, അസറ്റിൽ പെടുവോ, ലയബിലിറ്റി പെടുവോ, ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുമോ, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ, ക്യാപിറ്റൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അതായത് കൊടുക്കാനുള്ളതാണ് പക്ഷെ കൊടുത്തിട്ടില്ല, എന്തായിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുക, എന്തായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക, ഇതിനൊരിക്കലും എക്സ്പെൻസ് എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, നമ്മൾ ഇതിനെ ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ അറൈസ് ചെയ്തത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എന്താ അറൈസ് ചെയ്തത്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സാലറി കൊടുക്കാനുണ്ട്, ശരിയാ, ഒരു എക്സ്പെൻസ് കൊടുക്കാൻ, പക്ഷെ അത് നമ്മൾ കൊടുത്തോ, ഇല്ല, കൊടുത്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്, നമുക്ക് എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പം ഈ മാർച്ച് മാസം നമ്മൾ ഈ മാസം കൊടുത്തിട്ടില്ല, ശരിയാ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എന്തായിട്ട് മാറും, നോർമൽ കേസിൽ എന്ത് തന്നെയായിട്ട് ട്രീറ്റ് ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോകാം. അപ്പം അതാത് മാസത്തെ ശമ്പളം അല്ലെങ്കിൽ അതാത് മാസത്തെ സാലറി നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സർവീസ് കിട്ടി, അതിന്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, അതെന്താണ്, എക്സ്പെൻസ് ആണ്. If it is not paid, then it becomes what, outstanding salary. That is salary due but not received, and it will become what, എന്തായിട്ട് മാറും, ഒരു ലയബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതേ ശമ്പളം, അതായത് മാർച്ച് മാസ ശമ്പളം, എന്റെ ബിസിനസ് വളരെ നല്ലൊരു ബിസിനസ് സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എംപ്ലോയീസിന് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അതായത് എന്തായിട്ട് കൊടുത്തു, അഡ്വാൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. മാർച്ചിലെ സാലറി ഞാൻ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് എന്റെ എംപ്ലോയീസിന്, ജനുവരി തന്നെ കൊടുത്തു. പേയ്മെന്റ് ഓഫ് സാലറി ഓഫ് മാർച്ച് 24 ഇൻ ജാനുവരി 2024. മാർച്ചിലെ ശമ്പളം ഞാൻ എന്നും എന്റെ എംപ്ലോയീസിന് കൊടുത്തു, ജനുവരി തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതായത് അയാൾക്ക് കുറച്ച് ആവശ്യമുള്ളത് കൊണ്ട് അയാൾ മുൻകൂട്ടി ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ അയാൾക്ക് എന്തായാലും എന്ന് കൊടുക്കണം, മാർച്ച് കൊടുക്കേണ്ടത്. അപ്പൊ എന്റെ കയ്യിൽ ഫണ്ട് കൂടി ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുൻകൂട്ടി അയാൾക്ക് എന്ത് ചെയ്തു, അയാളുടെ ഒരു ആവശ്യമല്ലേ, ഓക്കെ ശരി, നിങ്ങൾ എന്ത് ചെയ്തോ, അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ സാലറി വെച്ചോ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇതൊരു എക്സ്പെൻസ് ആണോ? അതായത് ജനുവരി മാസം തന്നെ ഞാൻ മാർച്ച് മാസത്തിലെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ, ജനുവരി മാസം തന്നെ ഞാൻ മാർച്ച് മാസത്തെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെൻസ് ആണോ, പേ ചെയ്തിട്ടെങ്കിൽ ഇതൊരു എക്സ്പെൻസ് ആണോ എന്നാണ് എന്റെ ചോദ്യം. ഇതൊരിക്കലും എന്തല്ല, ഇതൊരു എക്സ്പെൻസ് അല്ല. ഇതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്, ഇതിന് നമ്മൾ എന്താ പറയാ, ഇത് നമ്മൾ പറയുന്ന പേരാണ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. എന്താ പറയാ, സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രീപെയ്ഡ് സാലറി. എന്താ പറയാ, പ്രീപെയ്ഡ് സാലറി. അപ്പം സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രീപെയ്ഡ് സാലറി. ക്ലിയർ ആണല്ലോ. അപ്പൊ പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, ക്യാപിറ്റൽ ആണോ, ഏതിലാണ് വരിക, ഏത് ഹെഡിലായിരിക്കും വരിക. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മള് മാർച്ചിൽ കൊടുക്കേണ്ടത് മുൻകൂട്ടി കൊടുത്തിരിക്കുകയാണ് ശമ്പളം, അല്ലെ, മാർച്ചിൽ കൊടുക്കേണ്ട ശമ്പളം മുൻകൂട്ടി ജനുവരി കൊടുത്തു. അതായത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇനി ആരുടെ ഭാഗത്ത് നിന്നാണ് കിട്ടാനുള്ളത്, എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് കിട്ടാനുള്ളത്. അതായത് എംപ്ലോയിയുടെ ഭാഗത്ത് എന്താ കിട്ടാനുള്ളത്, എംപ്ലോയി മാർച്ച് മാസം നിർബന്ധമായിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്തു തരണം, ആ മാസത്തെ വർക്ക് ചെയ്തു തന്നേ പറ്റൂ, അല്ലെ, ആ മാസത്തെ വർക്ക് ചെയ്തു തന്നേ പറ്റൂ, അല്ലെ, ക്ലിയർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എന്താണ്, ഒരു അസറ്റ് ആണ്. ഇത് നമുക്ക് എന്താണ്, ഒരു അസറ്റ് ആണ്. അതായത് പ്രീപേ ചെയ്തു, നമ്മൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തു, ഇനി നമുക്ക് എന്ത് കിട്ടണം, സർവീസ് കിട്ടണം. ഇനി നമുക്ക് എന്ത് കിട്ടണം, സർവീസ് ഇങ്ങോട്ട് കിട്ടണം. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ നമ്മൾ ഏത് വകുപ്പിലാണ് പെടുത്തുക, അസറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പം ഒരു എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങളാണ് അറൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സ്പെൻസ് ഒന്നുകിൽ പേ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എക്സ്പെൻസ് മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പേ ചെയ്തിട്ടുണ്ടാകില്ല. അപ്പം പേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് an expense. If it is not paid, then it is treated as a liability. If it is already paid, അതായത് if it is prepaid, if expense is prepaid, then it is treated as what, an asset. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം
എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ളത് നോക്കാം. ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ്പെൻസ് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയായിരിക്കും പോകുന്നത്? ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ചെക്ക് ആയിട്ടോ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എക്സ്പെൻസ് ഇസ് നോട്ട് പെയ്ഡ്, ഇഫ് ദ എക്സ്പെൻസ് പേയ്മെന്റ് ഇസ് നോട്ട് ഡൺ, then അത് എന്തായിട്ട് മാറും? ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ഇത് ഒന്നുകിൽ ആർക്കാണോ കൊടുക്കാനുള്ള ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ആർക്കാണോ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടല്ല, പേര് പറഞ്ഞിട്ടും ഉണ്ടാകില്ല. ഓക്കെ. ഈ പേയ്മെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് എക്സ്പെൻസ് നോട്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പേയ്മെന്റ് ഇൻ അഡ്വാൻസ്, പേയ്മെന്റ് മെയ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നാണ് പറയാ. എന്താ പറയുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്താണ്? അതൊരു അസറ്റ് ആണ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്താണ്? അതൊരു എന്താണത്? ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നമുക്ക് എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസിലേക്ക് പോകാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, സാലറി പെയ്ഡ് ഇൻ ക്യാഷ് 50,000. സാലറി എന്ത് ചെയ്തു? പേ ചെയ്തു. ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി പെയ്ഡ്. അപ്പൊ നമ്മൾ നോക്കാം, നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്? സാലറി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്? ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്, അല്ലെ? ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അസറ്റ് ആണ് ക്യാഷ്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അസറ്റ് എന്തായി? കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എന്താ വരിക? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 50,000. ഓക്കെ. എന്താ നരേഷൻ കൊടുക്കുക? സാലറി പെയ്ഡ്. സാലറി എന്ത് ചെയ്തു? പേ ചെയ്തു. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കുക. സാലറി പെയ്ഡ് ബൈ ചെക്ക്. നേരത്തെ ക്യാഷ് ആയിട്ട് കൊടുത്തു, ഇപ്പൊ എന്തായിട്ട് കൊടുക്കുന്നു? ചെക്ക് ആയിട്ട് കൊടുത്തു. അപ്പൊ ഇവിടുന്ന പൈസ പോവുക? നമ്മളുടെ ബാങ്കിൽ നിന്നാണ് പൈസ പോവുക, അല്ലെ? അപ്പൊ എന്തായിരിക്കും ഇതിൽ വരുന്ന? ഏതൊക്കെയായിരിക്കും ഇതിൽ വരുന്ന രണ്ട് അക്കൗണ്ട്സുകൾ? ഒന്ന് സാലറി അക്കൗണ്ട്, മറ്റൊന്ന് ഏതാണ്? ചെക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്? ബാങ്ക് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ഡിക്രീസ് ആയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഞാനിതിന് ഓരോന്ന് എടുത്ത് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മാനറിൽ നിങ്ങൾ ജേർണലിസ്റ്റ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാലോ, നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്തിക്കഴിഞ്ഞാലും, ഇപ്പൊ സേഫോർ നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ്, ഡിഗ്രി ലെവൽ കഴിഞ്ഞ്, പി ജി ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം, ജേർണലൈസിംഗിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇത് ഏത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ജേർണൽ എൻട്രി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ അക്കൗണ്ട്സിന്റെ ഒരു ബേസിക് സാധനം എന്നുള്ളത്. കാരണം ഇവിടെയാണ് സ്റ്റാർട്ടിങ്, അക്കൗണ്ട്സിന്റെ ബേസിക് സ്റ്റാർട്ടിങ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൺസെപ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അപ്പൊ സാലറി പെയ്ഡ് ബൈ ചെക്ക്. അപ്പൊ നമ്മളുടെ ജേർണൽ എൻട്രി എന്താ വരിക? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 70,000. നരേഷൻ കൊടുക്കുക. എന്താണ് നരേഷൻ? എന്താ കൊടുക്കുക? സാലറി പെയ്ഡ് ബൈ ചെക്ക് ഓർ പെയ്ഡ് ത്രൂ ബാങ്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ടേം വന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ്? വാട്ട് ഡു യു മീൻ ബൈ ഔട്ട്സ്റ്റാൻഡിംഗ്? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ, അല്ലേ? എന്താണ്? സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. സാലറി കൊടുക്കാനുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. സാലറി കൊടുക്കാനുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പം എന്താണ് സംഭവിക്കുക? അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പേരാ പറയാറ്? ഇതെന്താണ്? ഒരു ലയബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇതെന്താണ്? നമ്മളുടെ ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം ഒരു അക്കൗണ്ട് ഏത് തന്നെയാണ്? സാലറി അക്കൗണ്ട് ആണ്, അല്ലേ? സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗിൽ O/S എന്ന് ഇട്ടാൽ മതി കേട്ടോ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്താണ്? എക്സ്പെൻസ് ആണോ? ഇൻകം ആണോ? ലയബിലിറ്റി ആണോ? ക്യാപിറ്റൽ ആണോ? അസറ്റ് ആണോ?
എന്താ നമ്മൾ പറഞ്ഞത് കൺസെപ്റ്റിന്റെ സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പറഞ്ഞ ഈ സംഭവം എന്താണ്, ഇതെന്താണ്, ലയബിലിറ്റി ആണ്. സാലറി ഡ്യൂ ആണ് ബട്ട് നോട്ട് പെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ടേം കണ്ടോ, അതെന്താണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എന്താവാണ്, ഇൻക്രീസ് ആവുകയാണ്. ലയബിലിറ്റി എന്താവാണ്, ഇൻക്രീസ് ആവുക. ലയബിലിറ്റി ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. LIC ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റ് എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കുറഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറൽ എൻട്രി എന്താ വരിക, സാലറി അക്കൗണ്ട് ഡെബിറ്റ്, salary account debit to outstanding salary. Amount എത്ര എഴുതുക, 40,000. 40,000 എന്താണ് നമ്മൾ നരേഷൻ കൊടുക്കുക, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇത്രയും നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ നരേഷൻ പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ, സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഓക്കെ, ഇനി നോക്കാം, ഇവിടെ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഇവിടെ വ്യക്തിയുടെ പേര് മെൻഷൻ കൊടുക്കാൻ ആർക്കാണോ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തില്ല. അടുത്ത ഇല്ലുസ്ട്രേഷനിൽ ആ വ്യക്തിയുടെ പേരോടെ കൃത്യമായിട്ട് മെൻഷൻ കൊടുക്കാനുള്ള വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാലറി ഡ്യൂ ടു രമേശ്. ആർക്കാ കൊടുക്കാനുള്ളത്, രമേശിന് സാലറി കൊടുക്കാൻ പെൻഡിങ് ആ. ബാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഒപ്പിച്ച് കൊടുത്തു, ഇയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല ശമ്പളം. എന്താ ചെയ്യാലേ, ഇതിന്റെ ഒരു ജനറൽ എൻട്രി കൂടി എഴുതണ്ടേ. അപ്പൊ എന്തായിരിക്കും വരിക, സാലറി അക്കൗണ്ട് എന്താണ്, എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. രമേശ് 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 അക്കൗണ്ട്, രമേശിന് എന്ത് ചെയ്യണം, കൊടുക്കാനല്ലേ, രമേശിന് പൈസ കൊടുക്കാനാണ് അല്ലെ. രമേശിന് പൈസ കൊടുക്കാനാണെങ്കിലും അതെന്താ, നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ബാധ്യതയാണ് അല്ലെ, ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എന്തായി, ഇൻക്രീസ് ആയി, ഇൻക്രീസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു രമേശ് അക്കൗണ്ട്. എമൗണ്ട് എത്ര വരിക, 25,000. എന്താ നരേഷൻ കൊടുക്കുക, സാലറി ഡ്യൂ ടു രമേശ്. ഓക്കെ, സാലറി ഡ്യൂ ടു രമേശ്. ക്ലിയർ ആണല്ലോ. അപ്പൊ പ്രീവിയസ് സ്ലൈഡിൽ, ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കുക, അവിടെ പേര് എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്, ബട്ട് എന്ത് ചെയ്തിട്ടില്ല, പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത സമയത്ത് ജനറൽ എൻട്രിയിൽ എന്ത് മാറ്റേ വന്നിട്ടുള്ളൂ, ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇവിടെ കാണിച്ചു, നേരിട്ട് അതേ പേര് തന്നെ കാണിച്ചു. എന്നാൽ ഇവിടെയോ ഇല്ലുസ്ട്രേഷൻ 4-ലോ ഇവിടെ പേര്, നെയിം ഹാസ് ബിൻ മെൻഷൻ, ആർക്കാണോ ഡ്യൂ ആയിട്ടുള്ള ആളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇവിടെ എന്ത് കൊടുത്തു, നമ്മൾ ആ വ്യക്തിയുടെ പേര് കൊടുത്തു. എന്ത് തന്നെയാണ് നമുക്ക് ലയബിലിറ്റി ആണ്. കൊടുക്കാനുള്ളത് എന്താണ്, ലയബിലിറ്റി ആണ്. ഓക്കെ, ഇനി അങ്ങനെ ലയബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, salary paid in advance, salary which has been paid in advance, 50,000 rupees paid in advance, നമ്മൾ മുൻകൂട്ടി കൊടുത്തു സാലറി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, സാലറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പെയ്ഡ് ആണ് അല്ലെ. അപ്പൊ ഇത് ഓൾറെഡി പെയ്ഡാ. പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് പോയിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അല്ലെ. ക്യാഷോ അല്ലെങ്കിൽ എന്താകാം, ബാങ്ക് ത്രൂ ആകാം. ഇവിടെ ക്യാഷ് ആണ്, കാരണം ബാങ്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ പെയ്ഡിന് അഡ്വാൻസ് ആകുന്ന സമയത്തോ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തതാണെങ്കിൽ നമുക്ക് ഇത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ ഇതിനെ പറഞ്ഞ പേരെന്തായിരുന്നു, പ്രീപെയ്ഡ് അല്ലെ. അതെ, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസ്. അപ്പൊ ഇവിടെ ഇത് എന്താണ്, പ്രീപെയ്ഡ് സാലറി. പിന്നെയോ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പ്രീപെയ്ഡ് സാലറി. പ്രീപെയ്ഡ് സാലറി നമുക്ക് എന്താണ്, അസറ്റ് ആണ്. ക്യാഷ് എന്താണ്, നമുക്ക് അസറ്റ് ആണ് അല്ലെ. ക്യാഷ് അസറ്റ് ആണ്, പ്രീപെയ്ഡ് സാലറി അസറ്റ് ആണ്. രണ്ടും കൂടുകയാണോ, എന്താ സംഭവിക്കുന്നത് ഇവിടെ, പ്രീപെയ്ഡ് സാലറി അവിടെ നമുക്ക് എന്താണ്, അസറ്റ് എന്താവാണ്, ഇൻക്രീസ് ആവാണ്. കാരണം എന്താ, അതിന്റെ സർവീസ് ഇനി കിട്ടാൻ അല്ലെ. എന്നാൽ ക്യാഷോ അസറ്റ് ആണ്, ആ അസറ്റ് എന്ത് സംഭവിക്കുന്നു, കുറയുകയാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി മുൻകൂട്ടി എന്ത് കൊടുത്തു, സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പൊ ആ ക്യാഷ് അസറ്റ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പം പ്രീപെയ്ഡ് സാലറി അസറ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അസറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക, പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് എന്ത് ചെയ്തു,
ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ് എമൗണ്ട് 50,000 നരേഷൻ എന്താ പ്രൊവൈഡ് ചെയ്യുക? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് 5 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ 5 ഇലിസ്ട്രേഷൻസ് ആണ് നമ്മൾ ഈ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ കൈവശമുണ്ടായി. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരു 3 സിറ്റുവേഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് പ്രോപ്പർ ആയിട്ട് എക്സ്പെൻസ് പേ ചെയ്തത്, രണ്ടാമത് ഏതാണ് എക്സ്പെൻസ് പേ ചെയ്യാതിരിക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് എന്തായിട്ട് മാറും? ലയബിലിറ്റി ആയിട്ട് മാറും. അത് മുൻകൂട്ടി പേ ചെയ്തത്, അത് പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ട് എന്തായിട്ട് മാറും? അസറ്റ് ആയിട്ടും മാറും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം വ്യക്തമായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ. നെക്സ്റ്റ് ഡേ വി വിൽ ഡിസ്കസിങ് അബൌട്ട് ഏത് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻകം. അടുത്ത സെഷൻ നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യുക? ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഇൻകം. അപ്പം ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സോ അതേപോലെ തന്നെ ക്ലാസ്സിന് അഥവാ സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വോയിസ് ക്ലാരിറ്റി അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് റിലേറ്റഡ് ടു അക്കൗണ്ട്സ്, എക്കണോമിക്സ് ഓർ എനി അതർ കൊമേഴ്സ് സബ്ജക്ട്സ്, ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്തോളാം. ഏതാണ് ടോപ്പിക് വേണ്ടത്, ആ ടോപ്പിക് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? വീഡിയോ ഇതേപോലെ തന്നെ എടുത്തിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? തരുന്നതായിരിക്കും. ഓക്കെ. സോ once again, thank you for all. Okay, have a good day.